നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും നോക്കാം. ആദ്യം കേരള കൗമുദിയാണ്. കേരള കൗമുദിയിലെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മരണം 1000 കടന്നേക്കും, സ്ഥിരീകരിച്ചത് 144, മ്യാൻമറിനെ തകർത്ത് ഭൂകമ്പം എന്ന ഒരു വളരെ സങ്കടകരമായ വാർത്തയാണ് ഇന്ന് കേരള കൗമുദിയുടെ ആദ്യ പേജിലുള്ള വാർത്ത. മ്യാൻമറിലും തായ്ലൻഡിലും അതിശക്തമായ ഭൂകമ്പത്തിൽ കെട്ടിടങ്ങൾ തകർന്ന് നൂറുകണക്കിന് ആൾക്കാർക്ക് ജീവഹാനി സംഭവിച്ചു. മ്യാൻമാറിൽ 140 പേരുടെ മരണം മാത്രമാണ് സ്ഥിരീകരിച്ചതെങ്കിലും 1000-ലേറെ പേർ ഇരയായെന്നാണ് സൂചന. തായ്ലൻഡിൽ 10-ൽ താഴെ മരണമാണ് സ്ഥിരീകരിച്ചത്. മ്യാൻമാറിൽ തകർന്ന കെട്ടിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഭൂരിപക്ഷവും. പരിക്കേറ്റ 800ഓളം പേരെ രക്ഷിച്ചു. തലസ്ഥാനത്തെ 1000 കിടക്കകളുള്ള ആശുപത്രിയിൽ 20 പേർ മരിച്ചു. രാജ്യത്ത് പട്ടാള ഭരണകൂടം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 12:50 ഭൂകമ്പം. ഇന്ത്യൻ സമയം രാവിലെ 11:50. മ്യാൻമറിലെ 5 നഗരങ്ങളിൽ കനത്ത നാശനഷ്ടമുണ്ടായി. കെട്ടിടങ്ങളും പാലങ്ങളും ആരാധനാലയങ്ങളും തകർന്നു. വൈദ്യുതിയും ഇൻ്റർനെറ്റും തടസ്സപ്പെട്ടതോടെ രാജ്യം ഏറെക്കുറെ ഒറ്റപ്പെട്ടു. ബുദ്ധമത വിശ്വാസികളുടെ ഹൃദയഭൂമിയായ മണ്ഡലയിൽ പുരാതന കൊട്ടാരത്തിൻ്റെ മതിൽ തകർന്നു. തായ്ലൻഡിലും മരണം, ഒട്ടേറെ പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നടക്കമുള്ള ഉപതലക്കെട്ടുകൂടി ആ വാർത്തയോടൊപ്പം നൽകുന്നുണ്ട്. അതിനോടൊപ്പം ഇന്ത്യയിലും പ്രകമ്പനം എന്ന തലക്കെട്ടുകൂടി ഒരു സ്പെഷ്യൽ കോളം ആ വാർത്തയ്ക്ക് താഴെ നൽകുന്നുണ്ട്. തുടർചലനങ്ങൾ ഡൽഹിയിലും നോയിഡയിലും പശ്ചിമ ബംഗാളിലെ കൊൽക്കത്ത, മണിപ്പൂരിലെ ഇംഫാൽ നഗരങ്ങളിലും അനുഭവപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊരു കോളത്തിൽ പ്രധാനപ്പെട്ട വാർത്തയായി കേരള കൗമുദി നൽകുന്നത്. മ്യാൻമാറിലെ നേപ്പിഡോയിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങളിൽ നിന്ന് അമ്മയെയും കുഞ്ഞിനെയും പുറത്തെടുക്കുവാൻ ശ്രമിക്കുന്ന രക്ഷാപ്രവർത്തകൻ്റെ ചിത്രം നൽകുന്നു. അതിന് താഴെയായി മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണമില്ല, ആവശ്യം ഹൈക്കോടതി തള്ളി. മുഖ്യമന്ത്രിക്കും മകൾ വീണയ്ക്കും ആശ്വാസം. മാസപ്പടി ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ MLAയും പൊതുപ്രവർത്തകനായിരുന്ന ഗിരീഷ് ബാബുവും സമർപ്പിച്ച റിവ്യൂ ഹർജികൾ ഹൈക്കോടതി തള്ളി. മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും ഇത് ആശ്വാസമായി. പരാതികളിൽ അഴിമതിയിലേക്ക് വിരൽ ചൂണ്ടുന്ന വസ്തുതകളില്ലെന്നും മുഖ്യമന്ത്രിക്ക് സാമ്പത്തിക നേട്ടമുണ്ടായെന്നതിന് തെളിവില്ലെന്നുമുള്ള വിജിലൻസ് കോടതിയുടെ വിലയിരുത്തൽ ശരിവെച്ചാണ് ജസ്റ്റിസ് കെ ബാബുവിൻ്റെ ഉത്തരവ്. കുഴൽനാടൻ്റെ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വിജിലൻസ് കോടതി നിരീക്ഷണം റദ്ദാക്കി. തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ എക്സാലോജിക്കൽ കേസിൽ വിജിലൻസ് അന്വേഷണമില്ല, ഹർജികൾ തള്ളി ഹൈക്കോടതി. ഉണ്ടയില്ല വെടിയുതിർക്കാൻ നാടൻ കുഴൽ പിന്നെയും ബാക്കി എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ടായി നൽകുന്നത്. ഹർജിയിലെ വാദങ്ങൾ സംശയത്തിൻ്റെ പിൻബലത്തിൽ എന്ന ഒരു സ്പെഷ്യൽ കോളം കൂടി എന്നോടൊപ്പമുണ്ട്. കേന്ദ്ര ജീവനക്കാർക്ക് 2% DA വർധന. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്തെയും പെൻഷൻകാരുടെ ക്ഷേമ ആനുകൂല്യവും 2% വർദ്ധിപ്പിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു എന്നുള്ള വാർത്ത നൽകുന്നു. കേരള കൗമുദി വാർത്ത തുണച്ചു. താഴത്തെ നിലയിൽ രൂപേഷിന് ഓഫീസ് ചുരുക്കം എന്നുള്ള വാർത്തയ്ക്ക് പ്രാധാന്യമേറെയുണ്ട്. അതായത് ആലപ്പുഴ കളക്ട്രേറ്റിൽ RR വിഭാഗം ഡെപ്യൂട്ടി കളക്ടറായിരുന്ന രൂപേഷിൻ്റെ സ്ഥലം മാറ്റത്തിനെതിരെ സാമൂഹ്യ പ്രവർത്തകർ കേന്ദ്ര ഭിന്നശേഷി കമ്മീഷണർക്ക് ഇന്നലെ കത്തയച്ചിരുന്നു. അതിനെ തുടർന്ന് കൗമുദി നൽകിയ സ്റ്റോറിയുടെ ഇമ്പാക്റ്റാണ് എന്നുള്ള തരത്തിലാണ് കേരള കൗമുദിയുടെ ആ വാർത്ത ഉന്നയിക്കുന്നത്. ഇനി മാധ്യമത്തിലേക്ക് വരുമ്പോൾ മ്യാൻമറിലും തായ്ലൻഡിലും വൻ ഭൂചലനം, 180-ലേറെ മരണം, പ്രകമ്പനം ഇന്ത്യയിലും, കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നത് നിരവധി പേർ എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു മാധ്യമം. അതിന് വലതുഭാഗത്തായി പ്രധാനം അഭിപ്രായ സ്വാതന്ത്ര്യം. പറഞ്ഞത് ഇഷ്ടമായില്ലെങ്കിലും അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ജഡ്ജിമാർ ബാധ്യസ്ഥരെന്ന് സുപ്രീം കോടതി. പറഞ്ഞത് ഇഷ്ടമായില്ലെങ്കിലും അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ജഡ്ജിമാർ ബാധ്യസ്ഥരാണെന്ന് സുപ്രീം കോടതി രാജ്യത്തെ കോടതികളെ ഓർമ്മിപ്പിച്ചു. അഭിപ്രായ സ്വാതന്ത്ര്യം അരക്കിട്ടുറപ്പിക്കുന്ന നിർണായക വിധിയിൽ സമൂഹ മാധ്യമത്തിൽ കവിത പങ്കുവച്ചതിന് ഉറുദു കവിയും കോൺഗ്രസ് രാജ്യസഭാ അംഗവുമായ ഇമ്രാൻ പ്രതാപ് ഗന്ധിക്കെതിരെ ഗുജറാത്ത് പോലീസ് ഫയൽ ചെയ്ത ക്രിമിനൽ കേസ് റദ്ദാക്കിയാണ് സുപ്രീം കോടതിയുടെ ഓർമ്മപ്പെടുത്തൽ. കുനാൽ കംറയ്ക്ക് മുൻകൂർ ജാമ്യം. മദ്രാസ് ഹൈക്കോടതിയാണ് ഇടക്കാല ജാമ്യം നൽകിയത്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയെ പരിഹസിച്ചതിൻ്റെ പേരിൽ പ്രതിഷേധം നേരിടുന്ന സ്റ്റാൻഡപ്പ് കൊമേഡിയൻ കുനാൽ കംറയ്ക്ക് മദ്രാസ് ഹൈക്കോടതി ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചു എന്നുള്ള ഒരു സ്പെഷ്യൽ കോളം അതിനോടൊപ്പം നൽകുന്നു. അതിന് താഴെ മാസപ്പടി വിജിലൻസ് അന്വേഷണം ആവശ്യം തള്ളി ഹൈക്കോടതി എന്നുള്ള വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. ഇടതുഭാഗത്തെ കേന്ദ്ര ജീവനക്കാർക്ക് DA 2% വർദ്ധിപ്പിച്ചു എന്നുള്ള വാർത്തയ്ക്ക് ചെറിയ പ്രാധാന്യം നൽകുന്നു. പെരുന്നാൾ അവധി റദ്ദാക്കി പരോക്ഷ നികുതി വകുപ്പും കസ്റ്റംസും. ചെറിയ പെരുന്നാളടക്കം 3 ദിവസങ്ങളിൽ ജോലിക്ക് പ്രവേശിക്കാൻ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര കസ്റ്റംസും ഉത്തരവിറക്കി. മാർച്ച് 29, 30, 31 തീയതികളിൽ ആർക്കും അവധി അനുവദിക്കാൻ പാടില്ല എന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. അതിന് താഴെയായി വഖഫ് നിയമ ഭേദഗതി, വിടവാങ്ങൽ വെള്ളിയിൽ കറുത്ത റിബൺ ധരിച്ച് പ്രതിഷേധം എന്ന തലക്കെട്ടോടുള്ള വാർത്ത. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് രാജ്യവ്യാപകമായി റമദാനിലെ അവസാന വെള്ളിയാഴ്ച പ്രതിഷേധ ദിനം ആചരിച്ചു. ബോർഡ് ആഹ്വാനമനുസരിച്ച് ഡൽഹിയിൽ ജുമാ നമസ്കാരത്തിന് വിശ്വാസികളെത്തിയത് കറുപ്പ റിബൺ ധരിച്ച്. ഇനി ദീപികയിലേക്ക് വരുമ്പോൾ മ്യാൻമാറിലും തായ്ലൻഡിലും ഭൂകമ്പം. മ്യാൻമാറിലെ 2ാമത്തെ വലിയ നഗരമായ മാണ്ടലെ നിലംപൊത്തി, 200 കവിഞ്ഞ് മരണം. ഇന്ത്യയിലും ചൈനയിലും ബംഗ്ലാദേശിലും പ്രകമ്പനം എന്നുള്ള
ഉപതലക്കെട്ടുകളോടുകൂടിയാണ് ദീപികയുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്നത്. മാസപ്പടി ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം ഹർജി തള്ളി ഹൈക്കോടതി എന്നുള്ള വാർത്തയ്ക്ക് ഇടമുണ്ട്. നേപ്പാളിൽ കലാപം, 2 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയ്ക്ക് ചെറിയ പ്രാധാന്യം നൽകുന്നു. അതായത് നേപ്പാളിൽ രാജവാഴ്ച ഹിന്ദുരാജ്യ പദവിയും പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ ഒരു വിഭാഗം നടത്തിയ പ്രതിഷേധത്തിനിടെ ഉണ്ടായ കലാപത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. 30-ലേറെ പേർക്ക് പരിക്കേറ്റു. കാഠ്മണ്ഡുവിൽ ഇന്നലെ 5 മണിക്കൂർ കർഫ്യൂ പ്രഖ്യാപിച്ചു. സംഘർഷബാധിത പ്രദേശങ്ങളിൽ സൈന്യമിറങ്ങി നടക്കമുള്ള കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. ഇടതുഭാഗത്തായി കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ DA വർദ്ധിപ്പിച്ച വാർത്തയ്ക്ക് ഇടം നൽകുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നൽകുന്നത് കഠ്വയിൽ കൊല്ലപ്പെട്ടത് 5 ജെയ്ഷ് ഭീകരർ, വീരമൃത്യു വരിച്ച പോലീസുകാരുടെ എണ്ണം 4 എന്നുള്ള വാർത്ത നൽകുന്നു. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ നടപടി, ഹർജി സുപ്രീം കോടതി തള്ളി എന്ന വാർത്തയ്ക്ക് ഇടമുണ്ട്. മാവേലിനാട് എന്ന കാർട്ടൂൺ പരമ്പരയിൽ സിനിമാ വിമർശനങ്ങൾ വ്യക്തിപരം എന്ന എമ്പുരാൻ വിഷയം ഏറ്റെടുക്കാതെ BJP. എമ്പുരാൻ്റെ കാര്യം ഞങ്ങളുടെ തമ്പുരാൻ പറയും എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. ലഹരിയാക്കാം ഈ കടിയാരവം എന്ന തലക്കെട്ടോടുകൂടി പരീക്ഷ കഴിഞ്ഞ് മദ്യവേനലവധിക്ക് സ്കൂളുകൾ അടച്ചു. കൊച്ചു കൂട്ടുകാർക്കിനി കളിയാരവങ്ങളുടെ ദിനങ്ങളാണ്. മയക്കുമരുന്നും കുറ്റവാസനയും കൗമാര മനസ്സുകളെ കീഴടക്കാതിരിക്കുവാനുള്ള മികച്ച മാർഗം കായിക വിനോദങ്ങൾ തന്നെ. കൊയ്ത്ത് കഴിഞ്ഞ പാടം ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളുടെ ആവേശം. കോട്ടയം വെള്ളൂരിൽ നിന്നുള്ള സായാഹ്ന കാഴ്ചയാണ് ചിത്രമായി നൽകിയിട്ടുള്ളത്. ഇനി മലയാള മനോരമയിലേക്ക് വരുമ്പോൾ ഭൂകമ്പത്തിൽ വിറച്ച് മ്യാൻമാർ, തായ്ലൻഡ്, മരണം 180 കടന്നു എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. ഇന്ത്യ, ബംഗ്ലാദേശ്, ചൈന എന്നിവിടങ്ങളിൽ പ്രകമ്പനം എന്ന ഉപതലക്കെട്ടതിനോടൊപ്പം നോട്ടുകെട്ട് സംഭവം ജസ്റ്റിസ് വർമ്മ അലഹബാദിലേക്ക് ചുമതലകളിൽ വിലക്ക് തുടരും എന്ന വാർത്തയ്ക്ക് പ്രാധാന്യം. ഇന്നലത്തെ വാർത്തയുടെ ഫോളോ അപ്പാണ് മലയാളം അവിടെ നൽകിയിട്ടുള്ളത്. പ്രീ പ്രൈമറി വിദ്യാഭ്യാസം 2 പകരം ഇനി 3 വർഷം. കുഞ്ഞുപഠിത്തം വലുതാക്കും. പ്രവേശനം 3-ാം വയസ്സിൽ തന്നെ. SCERT പുതിയ പാഠ്യപദ്ധതി തയ്യാറാക്കും. സംസ്ഥാനത്ത് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം 2 വർഷത്തിന് പകരം ഇനി 3 വർഷം. 1-ാം ക്ലാസ് പ്രവേശനത്തിലുള്ള കുറഞ്ഞ പ്രായപരിധി 2026 മുതൽ 6 വയസ്സാക്കുന്നതിനൊപ്പമായിരിക്കും മാറ്റം. ഇപ്പോൾ 3 വയസ്സിൽ പ്രീ പ്രൈമറി സ്കൂളിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് 5-ാം വയസ്സിൽ 1-ാം ക്ലാസ്സിൽ പ്രവേശനം ലഭിക്കുന്ന സ്ഥാനത്താണ് 1 വർഷം കൂടി അധികം പഠിക്കേണ്ടി വരിക. 2026 മുതൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് 3-ാം വയസ്സിൽ തന്നെയായിരിക്കും. തൊഴിലുറപ്പ് മിനിമം വേതനം 369 രൂപയാക്കി എന്നുള്ള വാർത്തയ്ക്കിടമുണ്ട്. മനോരമയിൽ കേന്ദ്ര DA-DRL 2% വർധനമെന്ന വാർത്തയ്ക്കിടമുണ്ട്. CMRL കേസ് വിജിലൻസ് അന്വേഷണം വേണ്ടെന്ന ഹൈക്കോടതി. രാഷ്ട്രീയ ലക്ഷ്യമെന്ന വിജിലൻസ് കോടതി നിരീക്ഷണം റദ്ദാക്കി. മതിയായ വസ്തുതകളോടെ പുതിയ പരാതി നൽകാമെന്നുള്ളതാണ് ആ വാർത്തയുടെ മറ്റ് 2 ഉപതലക്കെട്ടുകൾ. കുഞ്ചുകുറുപ്പ് എന്ന കാർട്ടൂൺ പരമ്പരയിൽ 3-ാം വയസ്സിൽ തുടങ്ങുന്ന പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിൽ കുഞ്ഞുങ്ങൾ നേടേണ്ട മികവുകൾ നിശ്ചയിക്കുന്ന പാഠ്യപദ്ധതി വരുന്നു. കാക്കയോടും പൂച്ചയോടും വർത്തമാനം പറയാൻ പറ്റുമോ അപ്പൂപ്പ എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. ഇനി ദേശാഭിമാനിലേക്ക് വരുമ്പോൾ മ്യാൻമറിനെ പിടിച്ചുലച്ച് ഭൂചലനം. തായ്ലൻഡിലും ചൈനയിലും ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും തുടർചലനങ്ങൾ. 200-ലേറെ മരണം എന്നുള്ള വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു ദേശാഭിമാനി. വലതുഭാഗത്തായി മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കാൻ ആകില്ലെന്ന ഹൈക്കോടതി. അങ്ങനെ അതും പൊളിഞ്ഞു എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത നൽകുന്നത്. ഉണ്ടയില്ലാവിടി ഹൈക്കോടതിയും തള്ളിയെന്ന ഒരു കോളം, അതായത് ഗോവിന്ദൻ മാഷ് പറയുന്ന ഒരു കോളമിനോടൊപ്പം നൽകുന്നു. CMRL നടപടി ചെലവ് ന്യായീകരിക്കാനെന്നുള്ള മറ്റൊരു കോളം കൂടി ആ വാർത്തയോടൊപ്പം നൽകുന്നുണ്ട്. തൊഴിലുറപ്പ് കൂലി 369 രൂപയാക്കിയ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ദേശാഭിമാനി. മധുര ഉയർന്നു എന്ന തലക്കെട്ടോടുകൂടി തമിഴകത്തെ ചരിത്ര സാംസ്കാരിക നഗരമായ മധുരയിൽ CPIM 24-ാം പാർട്ടി കോൺഗ്രസിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. തമുക്കം മൈതാനത്ത് ഏപ്രിൽ 2 മുതൽ 6 വരെയാണ് പാർട്ടി കോൺഗ്രസ്. 1 വൈകിട്ട് 6:30 മൈതാനത്തെ P. രാമമൂർത്തി സ്മാരക ഹാളിൽ ചരിത്ര പ്രദർശനവും പ്രമുഖ മാധ്യമ പ്രവർത്തകനും സ്വാഗത സംഘം രക്ഷാധികാരിയുമായ N. റാം ഉദ്ഘാടനം ചെയ്യും എന്നുള്ള വാർത്തയ്ക്ക് ദേശാഭിമാനി വലിയ പ്രാധാന്യം നൽകും. ഇനി ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ മ്യാൻമാർ നടുങ്ങി, 100-ലധികം മരണം. ഭൂചലനത്തിൽ 2-ാമത്തെ വലിയ നഗരം മാൻഡെ തകർന്നടിഞ്ഞു. തായ്ലൻഡിലും ചൈനയിലും പ്രകമ്പനം എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. BJP ഭരിക്കുന്ന ആവിനിശ്ശേരി പഞ്ചായത്ത് ആശമാർക്ക് മാസം 2000 രൂപ അധികം നൽകും എന്നുള്ള വാർത്തയ്ക്ക് ഇട നൽകുന്നുണ്ട് ജന്മഭൂമി. അതിന് താഴെയായി സമരത്തിൽ പങ്കെടുത്ത ആശമാരുടെ ഓണറേറിയം തടഞ്ഞു എന്ന വാർത്തയ്ക്ക് ഉൾപേജ് വലിയ പ്രാധാന്യം നൽകുന്നു. കേന്ദ്ര ജീവനക്കാർക്ക് 1 ഗഡു DA കൂടി അനുവദിച്ചു എന്നുള്ള വാർത്തയ്ക്ക് വലതുഭാഗത്ത് ചെറിയ പ്രാധാന്യം നൽകുന്നുണ്ട് ജന്മഭൂമി. തൊഴിലുറപ്പ് കൂലി കേന്ദ്രം കൂട്ടി കേരളത്തിന് 369 രൂപയായി എന്നൊരു വാർത്ത ജന്മഭൂമിയിൽ വരുന്നു. മോദി സർക്കാർ കേരളത്തിന് നൽകിയത് 1.57 ലക്ഷം കോടി. UPA സർക്കാർ നൽകിയതിനേക്കാൾ 239% കൂടുതൽ എന്നുള്ള വാർത്തയ്ക്ക് പ്രാധാന്യം ഏറെ നൽകുന്നു ജന്മഭൂമി. എറണാകുളം സൗത്ത് ഗവൺമെൻറ് ഗേൾസ് LP സ്കൂളിൽ നിന്ന് അടുത്ത ക്ലാസ്സിലേക്ക് സ്ഥാനക്കയറ്റം നേടിയ വിദ്യാർത്ഥികൾ അനുമോദന ചടങ്ങുകൾ സർട്ടിഫിക്കറ്റുമായി ആഹ്ലാദം പഠിപ്പിക്കുന്ന ചിത്രം നൽകിയിട്ടുണ്ട് ജന്മഭൂമി ആദ്യ പേജിൽ താഴ്ഭാഗത്തായി. ഇനി മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ 1000 സ്വപ്നം സഫലമെന്ന തലക്കെട്ടോടുകൂടി മാതൃഭൂമിയും K. ചിറ്റിലപ്പള്ളിയും കൂടെ ചേർന്ന് നടത്തുന്ന എൻ്റെ വീട് പദ്ധതിയുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കാണ് മാതൃഭൂമി ഇന്ന് വലിയ പ്രാധാന്യം നൽകുന്നത്. ജസ്റ്റിസ് വർമ്മയ്ക്ക് ജുഡീഷ്യൽ ജോലി നൽകില്ല എന്നുള്ള വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട് വലതുഭാഗത്ത്. അഭിപ്രായം അവകാശം എന്ന തലക്കെട്ടോടുകൂടി കോൺഗ്രസ് MPക്കെതിരെ കേസ് റദ്ദാക്കി എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു മാതൃഭൂമി. മ്യാൻമറിലും തായ്ലൻഡിലും ഭൂകമ്പം, 2ഇടത്തുമായി മരണം 182 എന്നുള്ള വാർത്തയ്ക്ക് മറ്റുള്ള പത്രങ്ങളെ പോലെയുള്ള ഇടത് സൈഡിൽ ചെറിയൊരു പ്രാധാന്യം മാത്രമേ മാതൃഭൂമി നൽകിയിട്ടുള്ളൂ. വിജിലൻസ് അന്വേഷണം ആവശ്യം തള്ളി, മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരെ തെളിവില്ല എന്ന ആ വാർത്തയ്ക്ക് വലതുഭാഗത്ത് വലിയ പ്രാധാന്യം നൽകുന്നു മാതൃഭൂമി.
കേരള സർവകലാശാല ഉത്തരക്കടലാസുകൾ കാണാതെയായി. നഷ്ടമായത് MBA വിദ്യാർത്ഥികളുടെ 71 ഉത്തരക്കടലാസുകൾ. ഫലപ്രഖ്യാപനം വൈകിയത് 2.5 വർഷം എന്നുള്ള ഉപതലക്കെട്ടുകൾ കൂടി അതിനോടൊപ്പമുണ്ട്. പ്രാർത്ഥനയുടെ പുണ്യം എന്ന തലക്കെട്ടോടുകൂടി റംദാൻ മാസത്തിലെ അവസാന വെള്ളിയാഴ്ച പാളയം ജുമാ മസ്ജിദിൽ ജുമാ നമസ്കരിക്കുന്ന വിശ്വാസികളുടെ ചിത്രം നൽകിയിരിക്കുന്നു. കാകദൃഷ്ടി എന്ന കാർട്ടൂൺ പരമ്പരയിൽ ഖേദപ്രകടനം എൻ്റെ ഔദാര്യം B. ഗോപാലകൃഷ്ണൻ പാവം ടീച്ചർക്ക് ഒരു മാപ്പ് നൽകി എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. എന്തായാലും ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളോട് അവസാനിക്കുന്നു. നാളെ മറ്റു പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി കാണും വരെ നന്ദി, നമസ്കാരം.